Hello dears, welcome back to ISKS English. Hello dear students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന പേപ്പറിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ് എന്ന് പറയുന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ് എന്താണ് കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻ ബൈ കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ്, എലൂസിഡേറ്റ് എന്നുള്ളതാണ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ്, അതുപോലെ തന്നെ എലൂസിഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ എന്നാണ്. നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ് എന്നുള്ളൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? അതായത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. വാട്ട് ഈസ് മെന്റ്, എന്താണ് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്. മീൻ എന്നുള്ളതിന്റെ രണ്ടാമത്തെ രൂപമാണ് ഏത്? മെന്റ്. വാട്ട് ഈസ് മെൻ ബൈ കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ്സ്, എക്സ്പ്ലെയിൻ, ദാറ്റ് ഈസ് എലൂസിഡേറ്റ്. അപ്പൊ നോക്കൂ, എന്താണിത്? എറ്റിക്കറ്റ്, കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ് ഈസ് ഡിഫൈൻഡ് ആസ്, കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ് എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. നോക്കൂ, ഓക്സ്ഫോർഡ് ഡിക്ഷണറി ആണ് ഈ ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. എന്താണ് ഡെഫിനിഷൻ? ഡിഫൈൻഡ് ആസ് ദ കൺവെൻഷണൽ ഗൈഡ് ലൈൻസ് ഫോർ കോണ്ടക്ട് ഇൻ പൊളൈറ്റ് സൊസൈറ്റി. അപ്പൊ ഇതാണ് കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ്. ഒരു പൊളൈറ്റ് സൊസൈറ്റിയിൽ എങ്ങനെ കോണ്ടാക്ട്, എങ്ങനെ പെരുമാറാം എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള കുറച്ച് ഗൈഡ് ലൈൻസ്. എന്താ ഗൈഡ് ലൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് രീതികൾ, നിർദ്ദേശങ്ങൾ കേട്ടോ, കുറച്ച് ഗൈഡ് ലൈൻസ്. അപ്പൊ കുറച്ച് ഗൈഡ് ലൈൻസ് ആണ് എന്ത്? കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ്. എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ്? ഹൗ ടു കോണ്ടാക്ട് ഇൻ പൊളൈറ്റ് സൊസൈറ്റി, ഹൗ ടു കോണ്ടാക്ട് ഇൻ പൊളൈറ്റ് സൊസൈറ്റി. ഒരു പൊളൈറ്റ് സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറാം. കോണ്ടാക്ട് മീൻസ് പെരുമാറാം കേട്ടോ. നിങ്ങൾ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് എന്ന് കേട്ടില്ലേ? സ്വഭാവ സർട്ടിഫിക്കറ്റ്, പെരുമാറുക കേട്ടോ. അപ്പൊ ഒരു പൊളൈറ്റ് സൊസൈറ്റി, ഒരു നല്ല സൊസൈറ്റി, ഒരു നല്ല സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറാം എന്നത് സംബന്ധിച്ചുള്ള കൺവെൻഷണൽ ഗൈഡ് ലൈൻസ്, കുറച്ച് പരമ്പരാഗതമായിട്ടുള്ള കുറച്ച് ഗൈഡ് ലൈൻസ്. ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അതുമായി ബന്ധപ്പെട്ട കുറച്ച് രീതികൾ. ഇതാണ് കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ട്രീറ്റിംഗ് വൺ അനദർ. അപ്പൊ ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി മറ്റൊരാളോട്, ഇറ്റ് ഈസ് ട്രീറ്റിംഗ് വൺ അനദർ വിത്ത് റെസ്പെക്റ്റ്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് റെസ്പെക്റ്റോട് കൂടി പെരുമാറുക. എന്താണ് ഈ റെസ്പെക്റ്റോട് കൂടി പെരുമാറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരാൾ മറ്റൊരാൾക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നത്? ബീയിങ് പൊളൈറ്റ് ആൻഡ് ഹാവിങ് ഗുഡ് മാനേഴ്സ്. ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ നല്ല മാനേഴ്സ്, നല്ല രീതികളും, അതുപോലെ തന്നെ ബീയിങ് പൊളൈറ്റ്, മാന്യതയുമായിക്കൊണ്ട് നമ്മൾ ഒരാളോട് പെരുമാറുമ്പോൾ ഒരു വ്യക്തിക്ക് റെസ്പെക്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ആ വ്യക്തിയോട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതിൽ നമ്മൾ പൊളൈറ്റ്നെസ് കാണിക്കാം. അതുപോലെ തന്നെ ഗുഡ് മാനേഴ്സ്, നല്ല രീതിയും അതുപോലെ തന്നെ പൊളൈറ്റ്നെസ്സും ഒരു വ്യക്തിയോടുള്ള നമ്മളുടെ ട്രീറ്റ്മെന്റിൽ, നമ്മളോടുള്ള പെരുമാറ്റത്തിൽ നമ്മൾ കാണിക്കാം. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ് ഡിമാൻഡ്സ്. ഇനി വളരെ ഫലപ്രദമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ് എന്ന് പറഞ്ഞാൽ നല്ല പെരുമാറ്റം, എങ്ങനെ നന്നായി പെരുമാറാം എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ആണ്, ഒരു നിർദ്ദേശങ്ങളാണ്. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ് നമ്മളോട് ഡിമാൻഡ് ചെയ്യാണ്. ഏതൊരാളോടും ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. എന്ത്? ഡിമാൻഡ്സ് ആക്ഷൻസ് ആൻഡ് അപ്രോച്ചസ്. നമ്മളെ ഭാഗത്തു നിന്നുമുള്ള നല്ല പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സമീപനങ്ങളും. ആക്ഷൻസ് ആൻഡ് അപ്രോച്ചസ്, അതായത് എങ്ങനത്തെ ആക്ഷൻസ് അല്ലെങ്കിൽ എങ്ങനത്തെ അപ്രോച്ചസ്? ദാറ്റ് വിൽ എനാബിൾ വൺ ടു കൺവേ
information accurately while keeping good ties with superiors, co-workers and clients. അതായത് നമുക്ക് കൺവേ ചെയ്യാനുള്ള നമ്മുടെ മെസ്സേജ് അല്ലെങ്കിൽ നമുക്ക് കൺവേ ചെയ്യാനുള്ള ഇൻഫോർമേഷൻ വളരെ കൃത്യമായി വളരെ ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ കൺവേ ചെയ്യുന്നു. പക്ഷെ എന്നാലും അങ്ങനെ ആക്യുറേറ്റ് ആയിട്ട് കൺവേ ചെയ്താലും അവരുമായിട്ട് പ്രത്യേകിച്ച് നമ്മളെ സുപ്പീരിയേഴ്സ് അല്ലെങ്കിൽ കോവർക്കേഴ്സ് അല്ലെങ്കിൽ ക്ലയൻസ്, നമ്മളുടെ കക്ഷികൾ ക്ലയൻസ്, ഇവരുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ പാസ് ചെയ്യേണ്ട ഇൻഫോർമേഷൻ ആക്യുറേറ്റ് ആയിട്ട് കൃത്യമായിട്ട് പാസ് ചെയ്തു. പക്ഷെ ആ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്തു, പക്ഷെ എന്നിട്ടും അവരുമായിട്ടുള്ള നമ്മളുടെ ടൈസ്, നമ്മളുടെ ബന്ധങ്ങൾ, ഗുഡ് ടൈസ്, നല്ല ബന്ധങ്ങൾ അത് അതുപോലെ തന്നെ നിലനിർത്തുന്നു. ഇപ്പൊ നമുക്കറിയാം, മിക്കവാറും നമുക്ക് ചിലരോട് ചില കാര്യങ്ങൾ പറയാനുണ്ടാവും. ആ കാര്യം പറയുന്നതോടുകൂടി എന്ത് സംഭവിക്കും, നമ്മളും അവരും തമ്മിലുള്ള ആ ഒരു നല്ല ബന്ധം അവിടെ അവസാനിക്കും. അപ്പൊ നല്ലൊരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ് എന്ന് പറയുമ്പോൾ അത് നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്നത് എന്താണ്, നമ്മൾ പറയേണ്ട കാര്യങ്ങൾ അത് നല്ലതായിട്ടുള്ള അപ്രോച്ച്, നല്ല രീതിയിലും അതുപോലെ തന്നെ നല്ല ആക്ഷൻസ്, അനുയോജിച്ച കാര്യങ്ങളിലൂടെയും നമ്മളുടെ ഇൻഫോർമേഷൻ കൃത്യമായിട്ട് നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുമായിട്ട് നമ്മൾ പുലർത്തി വരുന്ന ഗുഡ് ടൈസ്, നല്ല ബന്ധങ്ങൾ ആ ഇൻഫോർമേഷൻ പാസ് ചെയ്താലും നിലനിർത്തും. അപ്പൊ അതിന് നമ്മളെ സഹായിക്കുന്നതാണ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ്. അപ്പൊ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ് ഡിമാൻഡ്സ് ആക്ഷൻസ് ആൻഡ് അപ്രോച്ചസ് that will enable one to convey information accurately while keeping good ties with superiors, co-workers and clients. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഫലപ്രദമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത്തരം ആക്ഷൻസും അപ്രോച്ചസും ഫോളോ ചെയ്തിട്ട് ഇൻഫോർമേഷൻ ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ കൺവേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പഴയ ബന്ധങ്ങൾ അതുപോലെ തന്നെ നിലനിർത്തും. ഗുഡ് എറ്റിക്കറ്റ്സ് ആർ നോട്ട് ഡിറ്റർമൈൻഡ് ബൈ ജസ്റ്റ് വൺ സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ്. അതായത് ഒരു സെറ്റ് അല്ലെങ്കിൽ ഒരു കൂട്ടം ഗൈഡ് ലൈൻസ് വെച്ച് നമുക്ക് തീരുമാനിക്കാവുന്നതല്ല. അതായത് ഞാൻ നിങ്ങൾക്കൊരു 10 നിർദ്ദേശങ്ങൾ വെച്ചു, ആ 10 നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് മാത്രം നമുക്ക് എന്ത് കഴിയില്ല, ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഒരുപാട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. എന്താ കാര്യം എന്നറിയോ, കമ്മ്യൂണിക്കേഷൻ ഈസ് പേഴ്സണൽ ആൻഡ് ഹെവിലി ഡിപ്പെൻഡന്റ് ഓൺ സർക്കംസ്റ്റൻസ്. അതായത് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് തികച്ചും പേഴ്സണൽ ആണ്. അതുപോലെ തന്നെ അത് സാഹചര്യത്തെ, സർക്കംസ്റ്റൻസിനെ ആശ്രയിച്ചുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊരു 5-10 ഗൈഡ് ലൈൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയ ഗൈഡ് ലൈൻസ് എല്ലാ കമ്മ്യൂണിക്കേഷനിലും എല്ലാ സർക്കംസ്റ്റാൻസിലും അത് അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞോളുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നല്ലൊരു കൂടി എറ്റിക്കറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതാനും നല്ല കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാനും ഗൈഡ് ലൈൻസ് വെച്ചുകൊണ്ട് നമുക്കത് നിർണയിക്കാൻ കഴിയില്ല. കാരണം കമ്മ്യൂണിക്കേഷൻ തികച്ചും പേഴ്സണലും അതുപോലെ തന്നെ ഡിപ്പെൻഡന്റ് ഓൺ സർക്കംസ്റ്റൻസ്, സാഹചര്യത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടുമാണ്. എന്നാലും സം ഓഫ് ദി ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ്സ് ആർ, കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ്സ് അതായത് ഈ ഒരു എങ്ങനെ സൊസൈറ്റിയിൽ നല്ല രീതിയിൽ പെരുമാറാം അതിന്റെ ചില അടിസ്ഥാനപരമായിട്ടുള്ള ചില രീതികൾ നമുക്കൊന്ന് നോക്കാം. അതായത് ഒരു 10-12 ഇവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നല്ല പെരുമാറ്റം എന്ന് പറയുമ്പോൾ ഒന്നാമത്തേത് റെസ്പോണ്ടിങ് ക്വിക്ക്ലി എന്നുള്ളതാണ്. അത് ടെലിഫോണിലൂടെ ആയിക്കോട്ടെ, ഏതൊരു മീഡിയം ആണെങ്കിലും ശരി,
നമ്മൾ എന്ത് ചെയ്യാം? വളരെ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യണം. നമ്മളൊരു റിപ്ലൈ നൽകണം. നമ്മളോട് ആരെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ, ഇപ്പൊ നമ്മുടെ ഫോണില് നമ്മൾ ആ ഫോൺ അടിച്ച സമയത്ത് അറിഞ്ഞില്ല, പക്ഷെ പിന്നെ കാണുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് അതിന് റിപ്ലൈ കൊടുക്കണം. അതൊരു മെസ്സേജ് ആണെങ്കിലും എന്താണെങ്കിലും ഇതൊരു നല്ല പെരുമാറ്റ രീതിയാണ്. അതുപോലെ എക്സ്പ്രസിങ് ഗ്രാറ്റിറ്റ്യൂഡ് പബ്ലിക്കലി, നമ്മൾ ആരോടെങ്കിലുമൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറയേണ്ടതുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? മടിക്കാതെ അത് പബ്ലിക്കായിട്ട് തന്നെ എന്ത് ചെയ്യാം? നമ്മൾ അർഹിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു നന്ദി നമ്മൾ എന്ത് ചെയ്യുക? രേഖപ്പെടുത്തുക. ഇൻഫോമിങ് അതേഴ്സ്, മറ്റുള്ളവരെ അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം? വളരെ പെട്ടെന്ന് തന്നെ മറ്റുള്ളവരെ അറിയിക്കാം. അത് ഡിലേ ചെയ്യരുത്. അപ്പോളജൈസിങ് പബ്ലിക്കലി, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ആരോടെങ്കിലും നന്ദി പറയേണ്ടതുണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് നന്ദി പറയാന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ നമ്മൾ ആരോടെങ്കിലും നമ്മൾക്ക് ക്ഷമാപണം ഉണ്ടെങ്കിൽ, കാരണം ഒരാളെ ചീത്ത പറയുകയാണെങ്കിൽ പബ്ലിക്കിൽ വെച്ച് ചീത്ത പറയുകയും അയാളോട് സോറി പറയുന്നത് മറ്റാരുമില്ലാതെ പേഴ്സണലായിട്ട് അല്ലെങ്കിൽ തികച്ചും രഹസ്യമായിട്ട് പറയുന്ന രീതിയും ശരിയല്ല. അപ്പോളജൈസിങ് പബ്ലിക്കലി, ക്ഷമാപണം നടത്തുകയാണെങ്കിൽ പബ്ലിക്കായിട്ട് തന്നെ നടത്തുക. അതൊരു കുറച്ചിലായിട്ട് നമ്മൾ കരുതണ്ട. അതൊരു നല്ല പെരുമാറ്റ രീതിയാണ്. എന്ത്? പബ്ലിക്കായിട്ട് അപ്പോളജൈസ് ചെയ്യാം. ഡിസ്പ്ലേയിങ് പേഴ്സണൽ ഇന്റഗ്രിറ്റി, ഡിസ്പ്ലേയിങ് പേഴ്സണൽ ഇന്റഗ്രിറ്റി, നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള യോജിപ്പ് നമ്മൾ എന്ത് ചെയ്യാം? കാണിക്കാം. നമുക്ക് ഒരു കാര്യത്തിൽ നമ്മൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യാം? അത് നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ വാക്കുകളിലൂടെയോ പ്രവൃത്തികളിലൂടെയോ ഡിസ്പ്ലേ ചെയ്യാം. റെസ്പോണ്ടിങ് റൈറ്റ് എവേ ഈവൻ ടു ഡിക്ലെയർ, അതായത് മോശമായ സാഹചര്യമാണെങ്കിലും, ഡിക്ലെയർ എന്ന വാക്കിന് അർത്ഥം തകർച്ച എന്നാണ്. അപ്പൊ സാഹചര്യം മോശമാണെങ്കിലും അതല്ലെങ്കിൽ ഒരു റിപ്ലൈ കൊടുക്കേണ്ടതില്ലെങ്കിലും അതിന്റെ ആവശ്യമില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം? പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ റിപ്ലൈ നൽകുക, റെസ്പോണ്ട് ചെയ്യാം. കോംപ്ലിമെന്റിങ് അതേഴ്സ്, അതായത് മറ്റുള്ളവരെ കോംപ്ലിമെന്റ് ചെയ്യേണ്ട സാഹചര്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ എന്ത് ചെയ്യാം? കോംപ്ലിമെന്റ് ചെയ്യാം, വിഷ് ചെയ്യാം. ദാറ്റ് ഈസ് കോംപ്ലിമെന്റിങ്. എൻകറേജിങ് അതേഴ്സ്, മടിക്കരുത്, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാം. പ്രൊവൈഡിങ് ഗുഡ് ഫീഡ്ബാക്ക്, നല്ലതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഫീഡ്ബാക്ക് നൽകുക. മെയിൻറ്റെയിനിങ് പ്രോമിസസ്, ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രോമിസ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം, പാലിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളെ കൊണ്ട് കഴിയുന്ന പ്രോമിസുകൾ മാത്രം, നമുക്ക് നൽകാൻ കഴിയുന്ന പ്രോമിസുകൾ മാത്രം നൽകുക. ബീയിങ് ട്രൂത്ത്ഫുൾ, കൈൻഡ് ആൻഡ് കേർട്ടസ്, മറ്റുള്ളവരോട് എപ്പോഴും സത്യസന്ധത പാലിക്കുക, കൈൻഡ് ദയ കാണിക്കുക, അതുപോലെ തന്നെ കേർട്ടസ് എളിമ കാണിക്കുക. ഇതൊക്കെ നല്ല ഒരു സ്വഭാവത്തിന്റെ അല്ലെങ്കിൽ നല്ല പെരുമാറ്റത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് ആയിട്ട് നമ്മൾ നമ്മളുടെ പെരുമാറ്റത്തിൽ കൊണ്ടുവരേണ്ട ഏതാനും കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ്സ് ആണ് ഇതെല്ലാം. കാരണം അടിസ്ഥാനപരമായിട്ട് ഒരു നല്ല പെരുമാറ്റത്തിന് നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ്സിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്, അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങളാണ് ഇതൊക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്നും ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്നും കേട്ടിട്ടുണ്ടോ? ഇത് രണ്ടും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് ചോദ്യം. രണ്ടും തമ്മിൽ വേർതിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും എന്താണെന്ന് വ്യക്തമാക്കുക. അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു ദി ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫോർമേഷൻ ഫ്രം എ ലോവർ ടു എ ഹയർ ലെവൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോവർ ലെവലിൽ നിന്നും, അതായത് താഴെ തട്ടിൽ നിന്നും ഉയർന്ന ലെവലിലേക്കുള്ള ഇൻഫോർമേഷന്റെ ഒരു ട്രാൻസ്മിഷൻ, ഇൻഫോർമേഷൻ പാസ് ചെയ്യാം. എങ്ങനെയാ പാസ് ചെയ്യുന്നത്? ലോവർ ലെവലിൽ നിന്നും ടു ഹയർ ലെവലിലേക്ക് ഇൻഫോർമേഷന്റെ ട്രാൻസ്മിഷൻ, അതായത് ഫ്രം സബോർഡിനേറ്റ്സ് ടു സുപ്പീരിയേഴ്സ്, അതായത്
താഴെ തട്ടിലുള്ള ജോലിക്കാരിൽ നിന്നും മുകളിലത്തെ തട്ടിലേക്ക്, അതായത് സബോർഡിനേറ്റ്സിൽ നിന്നും സുപ്പീരിയേഴ്സിലേക്ക്, താഴെ തട്ടിൽ നിന്നും മുകളിലേക്ക് ഇൻഫോർമേഷൻ പാസ് ചെയ്യാം. അപ്പൊ ഇത്തരത്തില് ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തു പറയാം? അവിടെ ഇത്തരത്തില് ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തു പറയുന്നത്? നമ്മള് അപ്പൊ നോക്കൂ, നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്വേർഡ് ആണ്, അത് തന്നെ ഓർക്കട്ടോ. അതായത് ഫ്രം സബോർഡിനേറ്റ്സിൽ നിന്നും സുപ്പീരിയേഴ്സിലേക്ക്, മുകൾ തട്ടിലേക്ക് ഇൻഫോർമേഷൻ പാസ് ചെയ്യാം. ഇനി എന്താ പറയുന്നത്? നോക്കൂ, ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പറയുന്നത് ദ മൊറൽ ഓഫ് ദ എംപ്ലോയീസ് ഈസ് റൈസ്ഡ് ബൈ ദിസ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഈ കമ്മ്യൂണിക്കേഷന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ദ മൊറൽ ഓഫ് ദ എംപ്ലോയീസ്, എംപ്ലോയീസിന്റെ മനോധൈര്യം ഇവിടെ വർദ്ധിക്കും. അപ്പൊ ഇത്തരം കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ തട്ടിൽ നിന്നും മുകളിലേക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ താഴെ തട്ടിലുള്ള ജോലിക്കാർക്ക് തന്റെ മേലുദ്യോഗസ്ഥരോട് സംസാരിക്കാം, അതായത് മേലുദ്യോഗസ്ഥരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇതുവഴി ദ മൊറൽ ഓഫ് ദ എംപ്ലോയീസ്, തൊഴിലാളികളുടെ, താഴെ തട്ടിലുള്ളവരുടെ, ജോലിക്കാരുടെ മൊറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മനോധൈര്യം, അവരുടെ കോൺഫിഡൻസ് അല്ലെങ്കിൽ മെന്റൽ പവർ, ഇതുവഴി എന്ത് ചെയ്യും? ഈസ് റൈസ്ഡ് ബൈ ദിസ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇത് അവർക്ക് ഒരു ആത്മവിശ്വാസം കിട്ടുകയാണ്, അവരുടെ മാനസിക നില മെച്ചപ്പെടുകയാണ്. കാരണം അവർക്ക് ഇവിടെ ഒരു മെന്റൽ പവർ കിട്ടുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദേ ക്യാൻ കോൺവേഴ്സ് വിത്ത് ദെയർ സുപ്പീരിയേഴ്സ് എന്നൊരു ബിലീഫ്, ഒരു വിശ്വാസം. കാരണം അവർക്ക് അവരുടെ മേലുദ്യോഗസ്ഥരോട് കൺവേഴ്സ് ചെയ്യാം, ആശയവിനിമയം നടത്താം. ഇത് അവരുടെ കോൺഫിഡൻസ്, അവരുടെ മൊറൽ, അവരുടെ മനോധൈര്യത്തെ വർദ്ധിപ്പിക്കുന്നു. ദിസ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് നോട്ട് അതോറിറ്റേറ്റീവ് ആൻഡ് ഡയറക്റ്റീവ് ഇൻ നേച്ചർ. അപ്പൊ ഇത്തരം ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ആ കമ്മ്യൂണിക്കേഷന്റെ പ്രകൃതം എന്ന് പറയുന്നത് ഒരു അതോറിറ്റേറ്റീവോ അല്ലെങ്കിൽ ഒരു ഡയറക്റ്റീവോ അല്ല. കാരണം ഇത് താഴെ തട്ടിൽ നിന്നും മുകളിലേക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സംസാരത്തിന് ഒരു ആധികാരികതയുടെ സ്വരമോ അല്ലെങ്കിൽ ഒരു കാര്യം നിർദ്ദേശിക്കുന്നതിന്റെ ഒരു ഡയറക്ഷന്റെ സ്വരമോ നേച്ചറോ ഇതിനുണ്ടാവില്ല. എന്താ കാരണം? ആസ് ഇറ്റ്സ് പർപ്പസ് ഈസ് ടു പ്രൊവൈഡ് ഫീഡ്ബാക്ക്. ഈ ഒരു കമ്മ്യൂണിക്കേഷന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് മുകളിലത്തെ തട്ടിൽ നിന്നും, സുപ്പീരിയേഴ്സിൽ നിന്നും സബോർഡിനേറ്റ്സിലേക്കാണെങ്കിൽ അതൊരു അതോറിറ്റേറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു കമാൻഡിൽ ഉണ്ടായിരിക്കും. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് സബോർഡിനേറ്റ്സിൽ നിന്നും സുപ്പീരിയേഴ്സിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരിക്കലും ഒരു ഡയറക്റ്റീവിന്റെയോ ഒരു അതോറിറ്റേറ്റീവിന്റെയോ ഒരു നേച്ചർ ഇതിനില്ല. ഇറ്റ് ഇൻക്ലൂഡ്സ്. ഇനി ഇത്തരം കോൺവെർസേഷൻ എന്ന് പറയുമ്പോൾ എന്തെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു? ഇതിൽ ഉൾപ്പെടുന്നത് കംപ്ലൈന്റ്സ്, പരാതികൾ ഉണ്ടാവും, അതുപോലെ തന്നെ റിക്വസ്റ്റുകൾ ഉണ്ടായിരിക്കും, കമന്റ്സ് ഉണ്ടായിരിക്കും, ചില അഭിപ്രായങ്ങൾ, ചില കമന്റുകൾ ഉണ്ടായിരിക്കും, റിപ്പോർട്ടുകൾ ഉണ്ടായിരിക്കും, ചില റിയാക്ഷൻസ്, അതുപോലെ തന്നെ ഐഡിയാസ്, ഇത്തരം കാര്യങ്ങളായിരിക്കും. അതായത് സബോർഡിനേറ്റ്സിന്റെ ഐഡിയാസ്, റിയാക്ഷൻസ്, റിപ്പോർട്ടുകള്, കമന്റ്സ്, റിക്വസ്റ്റുകള്, കംപ്ലൈന്റ്സ്, ഇതൊക്കെയാണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. ഇവിടെ ഡൗൺവേർഡിൽ നിന്നും, താഴെ തട്ടിൽ നിന്നും മുകളിലേക്കാണ് ഇൻഫോർമേഷന്റെ ഫ്ലോ പാസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഡൗൺവേർഡ്. അപ്വേർഡ് പഠിക്കുമ്പോൾ നമ്മൾ ഡൗൺവേർഡ് പഠിക്കണ്ടേ? എന്താ ഡൗൺവേർഡ് എന്ന് പറഞ്ഞാല്? ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് വെൻ. എപ്പോഴാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്? ഇൻഫോർമേഷൻ ഈസ് പാസ്ഡ് ഫ്രം ടോപ്പ് മാനേജ്മെന്റ് ലെവൽസ് ടു വേരിയസ് സബോർഡിനേറ്റ് ലെവൽസ്. അതായത് മുകൾ തട്ടിൽ നിന്നും, അതായത് ടോപ്പ് മാനേജ്മെന്റ് ലെവൽസിൽ നിന്നും താഴേക്ക് സബോർഡിനേറ്റ് ലെവലിലേക്ക് ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നു. അതാണ് ഡൗൺവേർഡ്. സബോർഡിനേറ്റ് ലെവൽസ് ഇൻ എ ഡൗൺവേർഡ് ഡയറക്ഷൻ, അതായത് താഴത്തേക്ക്.
നേരത്തെ പറഞ്ഞ താഴെ നിന്നും ഒരു അപ്വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ ഇവിടെ മുകളിൽ നിന്നും ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് സുപ്പീരിയേഴ്സിൽ നിന്നും സബോർഡിനേറ്റ്സിലേക്ക് ഒരു ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. എവിടെയാണ് ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് കാണാൻ കഴിയുക? ദിസ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചാനൽ ഈസ് മോസ്റ്റ് പ്രിവാലന്റ്. ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഏറ്റവും കൂടുതലായിട്ട് നിലനിൽക്കുന്നത്, കാണുന്നത് കേട്ടോ. പ്രിവാലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവാലന്റ് മീൻസ് കാണുക, നിലനിൽക്കുക. അപ്പൊ എവിടെയാണ് ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്? ഇൻ ഓർഗനൈസേഷൻസ്, ചില സ്ഥാപനങ്ങൾ, ചില ഓർഗനൈസേഷൻസ് ദാറ്റ് ഫോളോ ദ ഓർഗനൈസേഷണൽ ഹൈറാർക്കി ആൻഡ് മൂവ്സ് ഇൻ എ സ്റ്റാൻഡേർഡ് ലൈൻ ഓഫ് കമാൻഡ്. ചില സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കും, ആ സ്ഥാപനങ്ങളിൽ ഒരു ഓർഗനൈസേഷണൽ ഹൈറാർക്കി ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ എന്താണ് കുട്ടികളെ ഓർഗനൈസേഷണൽ ഹൈറാർക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ? ആ സ്ഥാപനത്തിൽ സ്ഥാപനപരമായിട്ടുള്ള ഒരു പവർ, സ്ഥാപനപരമായിട്ടുള്ള പവറിന്റെ ഒരു കാറ്റഗറൈസേഷൻ. അതായത് ആ ഒരു പവറിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ തരംതിരിക്കാം. അതായത് ഏറ്റവും മുകൾ തട്ടിലുള്ള ആള്, അതിന്റെ താഴെ, അതിന്റെ താഴെ, അതിന്റെ താഴെ, ഇങ്ങനെ ഏറ്റവും താഴെ തട്ട്. ഇതിനാണ് നമ്മൾ എന്തു പറയാ? ഓർഗനൈസേഷണൽ ഹൈറാർക്കി. ആ ഒരു സ്ഥാപനത്തിൻ്റെതായിട്ടുള്ള, സ്ഥാപനത്തിൽ ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ എന്തുണ്ടായിരിക്കും? ഏറ്റവും മുകളില് HM പ്രിൻസിപ്പൽ, പിന്നെ വൈസ് പ്രിൻസിപ്പൽ, പിന്നെ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, അല്ലെ? ഇങ്ങനെ പറയുന്ന ഒരു സിസ്റ്റം അല്ലേ? അപ്പൊ അതൊരു ഓർഗനൈസേഷണൽ ഹൈറാർക്കിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഓർഗനൈസേഷണൽ ഹൈറാർക്കി ഫോളോ ചെയ്യുകയോ അതുപോലെ തന്നെ മൂവ്സ് ഇൻ എ സ്റ്റാൻഡേർഡ് ലൈൻ ഓഫ് കമാൻഡ്, അത്തരത്തിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ലൈനിൽ മൂവ് ചെയ്യുന്ന സ്ഥാപനം, ആ സ്ഥാപനത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ലൈൻ ഉണ്ടായിരിക്കും. സ്റ്റാൻഡേർഡ് ലൈൻ ഓഫ് കമാൻഡ് മീൻസ് ആ ഒരു പവറിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ലൈൻ ഓഫ് കമാൻഡ് ഉണ്ടാവും. അത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ഹൈറാർക്കി വെച്ചിട്ടോ മൂവ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ, അത്തരം സ്ഥാപനങ്ങളിലാണ് പൊതുവെ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ നിലനിൽക്കുന്നത്. ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് ഓർഡേഴ്സ്. ഈ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്തെല്ലാം അതിൽ അടങ്ങിയിരിക്കുന്നു? കൺസിസ്റ്റ്സ് ഓഫ് ഓർഡേഴ്സ്, ഇൻസ്ട്രക്ഷൻസ്, പോളിസീസ് ആൻഡ് ഇൻഫോർമേഷൻ. ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം മുകളിൽ നിന്നും താഴെ തട്ടിലേക്ക് എന്ത് ചെയ്യുന്നു? ഫ്ലോ ചെയ്യുന്നു. ഇനി അടുത്തത് എന്താണ് വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ? അടുത്തത് എന്താണ് വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ? സിമ്പിൾ ആട്ടോ, ശ്രദ്ധിച്ചോളൂ. വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച്, ഇതില് ഈ വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷനില് ഡയറക്ട്സ് ദ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇവിടെ കമ്മ്യൂണിക്കേഷന്റെ ഫ്ലോ, കമ്മ്യൂണിക്കേഷൻ പോകുന്നത്, അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, അതിന്റെ ഒഴുക്ക് എന്ന് പറയുന്നത് ബോത്ത് അപ്പ് ആൻഡ് ഡൗൺ. അതായത് കമ്മ്യൂണിക്കേഷൻ അപ്വേർഡും പോകും ഡൗൺവേർഡും പോകും. കമ്മ്യൂണിക്കേഷൻ വെറും അപ്വേർഡ് മാത്രമോ വെറും ഡൗൺവേർഡ് മാത്രമോ അല്ല. ഇപ്പൊ നിങ്ങൾക്ക് അപ്വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണ്ടായിരിക്കും, ഡൗൺവേർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണ്ടായിരിക്കും. വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ അപ്വേർഡും അതുപോലെ തന്നെ ഡൗൺവേർഡും പാസ് ചെയ്യും. ദ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ബോത്ത് അപ്പ് ആൻഡ് ഡൗൺ. ദ ചെയിൻ ഓഫ് കമാൻഡ്സ്. ചെയിൻ ഓഫ് കമാൻഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ പ്രോസസ്സ്, ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്, അതാണ് ചെയിന്. അപ്പൊ അതിൻ്റെ ഉള്ളില്, ആ ഒരു പ്രോസസ്സിന്റെ ഉള്ളില് കമ്മ്യൂണിക്കേഷൻ അപ്വേർഡും അതുപോലെ തന്നെ ഡൗൺവേർഡും നടക്കും. മാത്രമല്ല ഫോളോസ് ദ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. അതേസമയം തന്നെ ആ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലാകുമ്പോൾ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഫോളോ ചെയ്യും. ഓരോ സ്ഥാപനത്തിനും അതിൻ്റെതായിട്ടുള്ള ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഉണ്ടായിരിക്കും, ഒരു ഘടന ഉണ്ടായിരിക്കും. ആ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഫോളോ ചെയ്തിട്ട് കമ്മ്യൂണിക്കേഷൻ അപ്വേർഡും അതുപോലെ തന്നെ ഡൗൺവേർഡും നടക്കുന്ന ഒരു രീതിക്കാണ് നമ്മൾ വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. The general practice in most business communication is, അതായത് മിക്കവാറും ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ
ബിസിനസ് കമ്മ്യൂണിക്കേഷനിലെ ജനറൽ പ്രാക്ടീസ്, ബിസിനസ് കമ്മ്യൂണിക്കേഷനിലെ പൊതുരീതി എന്ന് പറയുന്നത് ഇതാണ്. ഏത്? ഈസ് ടു ഗോ എയ്തർ ഫ്രം സുപ്പീരിയേഴ്സ് ടു സബോർഡിനേറ്റ്സ് ഓർ ഫ്രം സബോർഡിനേറ്റ്സ് ടു സുപ്പീരിയേഴ്സ്. അതായത് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതായത് സുപ്പീരിയേഴ്സ് മാത്രം സംസാരിക്കുക, സബോർഡിനേറ്റ്സ് കേട്ടുകൊണ്ടിരിക്കുക എന്നല്ല. അതായത് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് ഒന്നുകിൽ എങ്ങനെയായിരിക്കും? ഒന്നുകിൽ അത് സുപ്പീരിയേഴ്സ് സംസാരിക്കും, അല്ലെ? ഒന്നുകിൽ ഫ്രം സുപ്പീരിയേഴ്സ് ടു സബോർഡിനേറ്റ്, സുപ്പീരിയേഴ്സ് സംസാരിക്കും, സബോർഡിനേറ്റ്സ് കേൾക്കാം. അല്ലെങ്കിലോ സബോർഡിനേറ്റ്സ് സംസാരിക്കും, സുപ്പീരിയേഴ്സ് കേൾക്കാം, അല്ലെ? സ്വാഭാവികമായിട്ടും നമുക്കറിയാം ചർച്ചകൾ അല്ലെങ്കിൽ ഡിസ്കഷൻസ് എന്ന് പറയുമ്പോൾ അങ്ങനെയായിരിക്കും. ആദ്യം എന്ത് ചെയ്യും? സുപ്പീരിയേഴ്സ് സംസാരിക്കും, അവ സബോർഡിനേറ്റ്സ് കേൾക്കും. പിന്നെ അതിനുശേഷം എന്ത് ചെയ്യും? സബോർഡിനേറ്റ്സ് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ, സജഷൻസ്, മറ്റു കാര്യങ്ങൾ സംസാരിക്കും. അപ്പൊ ആര് കേൾക്കും? സുപ്പീരിയേഴ്സ് കേൾക്കും. സ്വാഭാവികമായിട്ടും ഈ ഒരു രീതിയാണ് എന്ത്? ജനറൽ പ്രാക്ടീസ് ഇൻ മോസ്റ്റ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അധിക ബിസിനസ് കമ്മ്യൂണിക്കേഷനിൽ ഫോളോ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ ഏതാന്ന് ചോദിക്കും. ബിസിനസ് കമ്മ്യൂണിക്കേഷനിൽ പൊതുവായിട്ട് ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഏതാ? അപ്പൊ ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ ഏതാ പറയേണ്ടത്? 1 മാർക്കിന് വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. നോക്കൂ, അടുത്തത് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. അടുത്തത് ഏതാ? ഹൊറിസോണ്ടൽ. അപ്പോ വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടായിരിക്കും. വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ അപ്വേർഡും നടക്കും, ഡൗൺവേർഡും നടക്കും കേട്ടോ. ഒന്നുകിൽ എന്തായിരിക്കും? എയ്തർ അപ്വേർഡ് ആയിരിക്കും അല്ലെങ്കിലോ ഡൗൺവേർഡ് ആയിരിക്കും. ഇനി എന്താണ് ഹൊറിസോണ്ടൽ? അപ്പൊ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കൂടാ, ഈ ഹൊറിസോണ്ടൽ എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ എപ്പോഴാണ് നടക്കുന്നത്? ചില ടീമുകള്, ഓർഗനൈസേഷൻസ്, അതുമല്ലെങ്കിൽ പീപ്പിൾ, ആളുകൾ തന്നെ സംസാരിക്കുമ്പോൾ. നേരെ ശ്രദ്ധിക്കാം. ആളുകൾ എന്ന് പറയുമ്പോൾ who are at the same hierarchical level, അതായത് ഒരേ ലെവലിൽ വരുന്ന ആളുകൾ. സെയിം ഹൈറാർക്കിക്കൽ ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ പവറിൽ, ഒരേ അധികാരമുള്ള ആളുകൾ ഇൻ ആൻ ഓർഗനൈസേഷൻ. അപ്പൊ എന്താ പറയുന്നത്? ഒരേ പവറുള്ള ടീമുകൾ തമ്മിൽ, ഓർഗനൈസേഷൻസ് തമ്മിൽ ആളുകളാണെങ്കിൽ ഒരേ ഓർഗനൈസേഷന്റെ ഉള്ളിലെ സെയിം ഹൈറാർക്കിക്കൽ ലെവലിലുള്ള ആളുകൾ, അത്തരം ആളുകള് കമ്മ്യൂണിക്കേറ്റ് വിത്ത് വൺ അനദർ, ഒരാൾ മറ്റൊരാളോട് സംസാരിക്കുന്നു. ആൻഡ് എക്സ്ചേഞ്ച് മെസ്സേജസ്, അല്ലെങ്കിൽ പരസ്പരം സന്ദേശങ്ങൾ പാസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് നോൺ ആസ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. ഇതിനാണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഹൈറാർക്കിക്കൽ ലെവല്, ഒരേ ലെവലിലുള്ള ആളുകൾ. അപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടി വ്യക്തമാകും. അതായത് 2 ടീച്ചേഴ്സ് സംസാരിക്കാം, സെയിം ഹൈറാർക്കിക്കൽ ലെവലാണ്. 2 ടീച്ചേഴ്സ്, 2 സ്റ്റുഡൻസ്. എന്നാലോ അതേ സമയത്ത് ഒരു ടീച്ചറും ഒരു സ്റ്റുഡന്റും സംസാരിക്കുകയാണെങ്കിൽ ഹൊറിസോണ്ടൽ അല്ല. എന്താ? ഒരേ ഹൈറാർക്കിക്കൽ ലെവൽ അല്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഇതിനാണ് സെയിം ഹൈറാർക്കിക്കൽ ലെവൽ എന്ന് പറയുന്നത്, ഒരേ പവറിലുള്ള ആളുകൾ. ഇനി നമുക്ക് അടുത്തത് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അടുത്തത് ഏതാ? ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ ആണ് അവസാനത്തേത് കേട്ടോ. ഇതോടുകൂടി നമ്മളെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യും കേട്ടോ. ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ ഈസ്, എന്താ ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫ്ലോ ഓഫ് ഇൻഫോർമേഷൻ, ദാറ്റ് ഈസ്, ഇവിടെ ഇൻഫോർമേഷൻ ഫ്ലോ ചെയ്യുന്നത് നൈദർ വെർട്ടിക്കൽ നോർ ഹൊറിസോണ്ടൽ. എന്താവില്ല? വെർട്ടിക്കലും ആവില്ല, ഹൊറിസോണ്ടലും ആവില്ല. അതായത് എല്ലാം കൂടി ഒരു മിക്സ്ഡ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് വേരിയസ് ലെവൽ, പല തലങ്ങളിലായിരിക്കും. ചിലപ്പോൾ ടീച്ചറിലേക്ക് ഇൻഫോർമേഷൻ പാസ് ചെയ്യും, പിന്നെ ടീച്ചർ കുട്ടിയിലേക്ക് പാസ് ചെയ്യും. അങ്ങനെ ഒരേ സമയം തന്നെ പല ലെവലിൽ എന്ത് ചെയ്യും? ഇൻഫോർമേഷൻ പാസ് ചെയ്യും. ഒരേ സമയം തന്നെ പല ലെവലില് ഇൻഫോർമേഷൻ പാസ് ചെയ്യും. അപ്പൊ നമുക്ക് ഒന്നുകൂടി പറയാം, ഡയഗണൽ. അപ്പൊ എന്താ ഇതിന്റെ പേര്? ഡയഗണൽ എന്നുള്ളത്. എന്താ ഡയഗണൽ? ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ഫ്ലോ ഓഫ് ഇൻഫോർമേഷൻ ദാറ്റ് ഈസ് നൈദർ വെർട്ടിക്കൽ അല്ല, നോർ ഹൊറിസോണ്ടൽ. അപ്പൊ നൈദർ നോർ എന്നുള്ളത് നെഗറ്റീവ് കൺജങ്ഷൻ ആണ്. അതും അല്ല, ഇതും അല്ല കേട്ടോ. അങ്ങനെയാണ് അർത്ഥം പറയാം.
എന്നാൽ either or ആണെങ്കിൽ ഒന്നുകിൽ അത് അല്ലെങ്കിൽ ഇത്. പക്ഷെ ഇവിടെ രണ്ടും അല്ല. ദാറ്റ് ഈസ് neither vertical nor horizontal. വെർട്ടിക്കലും അല്ല ഹൊറിസോണ്ടലും അല്ല. പിന്നെ എന്താ? but rather diagonal. ഡയഗണൽ ആണ്. എന്താ ഡയഗണൽ? ഡയഗണൽ ഓർ സിഗ്സാഗ്. ഡയഗണൽ അല്ലെങ്കിൽ സിഗ്സാഗ്. സിഗ്സാഗ് കാരണം ആകെ വളഞ്ഞു തിരിഞ്ഞു അല്ലെ, ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും എല്ലാ ലെവലിലും. അപ്പൊ ഒറ്റത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അല്ലെ, കമ്മ്യൂണിക്കേഷൻ occurs at various levels. പല തലങ്ങളിൽ കുട്ടിയും ടീച്ചറും, ടീച്ചറും ടീച്ചറും, കുട്ടിയും കുട്ടിയും, ഇങ്ങനെ പല ലെവലിൽ എന്ത് ചെയ്യുന്നു? കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. ഇതിനാണ് നമ്മൾ ഡയഗണൽ എന്ന് പറയുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഞാൻ പതിവ് പോലെ പറയാണ്, എല്ലാവരും എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ശരി നിങ്ങൾ കമന്റ് ചെയ്യണം. ചില ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്, വളരെ സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.